കണക്ട് ചെയ്യാം. സ്പീക്കേഴ്സ് നല്ലതാണോ? കണക്ട് ചെയ്ത് നോക്കാം, അന്നേരം പറയാം. ഞാൻ അകത്ത് ഇതുവരെ കൈ വെച്ചിട്ടില്ല, പക്ഷേ കുറച്ചുകൂടിയൊക്കെ ക്വാളിറ്റിയൊക്കെ ഇതിന്റെ ടോപ്പ് എന്നെ എനിക്ക് ഒന്ന് JBLന്റെ സിസ്റ്റമാണ് വരുന്നത്. ഇതിപ്പോ സ്റ്റോക്ക് വരുന്ന ഇത് തന്നെയല്ലേ? ഇത് കമ്പനി ടൊയോട്ടയുടെ തന്നെ എന്തോ സാധനമാണ്, എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ പാട്ട് കേൾക്കാനാന്നുണ്ടെങ്കിൽ, ഇത് സാധാരണ ഒരാൾക്ക് പാട്ട് കേട്ട് പോകാനാന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം കുറച്ച് ആസ്വദിച്ച് കുറച്ച് സുഖത്തെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. സൗണ്ടൊക്കെ കൂട്ടുമ്പോൾ ഒരു വിറകലൊക്കെ ഉണ്ട്. ഓഡിയോ അപ്ഗ്രേഡ്സ് എന്തെങ്കിലും പ്ലാനിങ്ങിലുണ്ടോ? ഉണ്ട്, ചെയ്യണം. കുറേ സംഭവങ്ങൾ പ്ലാനിങ് ഉണ്ട്, പിന്നെ പതുക്കെ കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ. എനി സോങ് സജഷൻസ്? അങ്ങനെയൊന്നുമില്ല. ഞാൻ കൂടുതലും, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഞാൻ ഇച്ചിരി പഴയ സംഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പുതിയായാലും ഓക്കെയാണ്, സാഹചര്യം. ഞാനോ ഹോം സ്ക്രീൻ വരുന്നത്? ഓ, അങ്ങനെ നീക്കി കഴിയുമ്പോൾ പോവല്ലേ? വോളി ഇതിൻ്റെ അകത്തേ ഉള്ളോ? ഓ, ഇവിടെ ആണല്ലേ. പിണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ, ഗൈഡ് ലൈൻസ് ഒന്നുമല്ല. പരിഭവം പിണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. മേലോട്ടുള്ളതിലൊക്കെ ക്രൂസ് കൺട്രോൾ ഒക്കെ വരുമായിരിക്കും അല്ലേ? പിണക്കമാണ് എന്നോടിണക്കമാണ് അടുത്ത
ഇൻട്രസ്റ്റിംഗ്. അതേ ഉള്ളൂ. പാട്ട് കേട്ടൊക്കെ അങ്ങ് പോവാം. അത്ര ഭയങ്കര ക്വാളിറ്റി ചെയ്തോ അങ്ങനെയൊന്നും പറയില്ല. സൂചിച്ച് കേൾക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എനിക്കൊന്ന് കുറച്ച് ബാസ് ഭയങ്കരമായപ്പം ഒരു ചെറിയ പതർച്ചയാണ്. അതെ അങ്ങനെ ബാസ് കുറച്ചിട്ട് സൈസ് ഉണ്ട് വണ്ടിക്ക്. ലൈക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഇച്ചിരി പാടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നാമത് ഈ ബ്ലാക്ക് വണ്ടി കൂടെ ആയതുകൊണ്ട് അതും കൂടെ നമുക്കൊരു സൈസ് ഫീൽ ചെയ്യും. സിറ്റി ട്രാഫിക് പാർക്കിംഗ് ഒക്കെ കുറച്ച് സൈൻ ആയിരിക്കും. നല്ല സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന കല്ല. ഞാൻ പറയാം ക്രിസ്റ്റേക്കാൾ സൈസും ഉണ്ട്, പോയിച്ചോണ്ട് അത്ര സൈസും ഇല്ല. അങ്ങ് മിററൊക്കെ അങ്ങ് കിടക്കുന്നു. ഫ്രണ്ട് ബോണറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര പെട്ടെന്ന് എത്തുന്നുണ്ട്. 80 വരെയൊക്കെ ഷടയിൽ എത്തുന്നുണ്ട്. മാറി വരണ്ടേ. ഇത് 10 സ്പീഡാണ്. അതവര് മൈലേജിനും കൂടെ വേണ്ടിട്ട് ഗിയർ ബോക്സ് വെച്ചിരിക്കുന്ന. പഴയ ഇന്നോവ ഓടിക്കുന്ന ആ ഒരു ഫീൽ ഒന്നും ഇല്ല. അതില്ല, അത് ഡീസൽ അല്ലേ, അത് വേറെ ഫീലാണ്. അത് അല്ല മൊത്തത്തിൽ ഹാൻഡ്ലിംഗ് ഒക്കെ നോക്കുമ്പോഴേ പഴയ ഇന്നോവ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വേറെ ഫീല് സാധനം. നല്ല രസമാണ് ആ വണ്ടി. ഇത് കുറച്ചുകൂടെ ക്രിസ്റ്റ ഫീൽ ഉണ്ട്. ക്രിസ്റ്റയ്ക്ക് നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ഫീൽ ചെയ്യും ഡീസൽ എഞ്ചിൻ കൂടെ ആയതുകൊണ്ടും. പിന്നെ ഒരു ഇതിന് ഞാൻ എഞ്ചിൻ പേ തുറന്നപ്പോ ഞാൻ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയി. അങ്ങനെ ഭയങ്കര താന്നിരിക്കുന്നില്ല, ഒന്നുമില്ല. 2 ഫുട്ബോൾ കോർട്ട് അടിക്കാൻ പറ്റും. അതെ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാനതാ അപ്പുറത്ത് നിന്നപ്പോഴത്തേന് എഞ്ചിൻ പേ തുറന്നപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ എഞ്ചിൻ പേ തുറന്നതിനകത്തും അത് കണ്ടതിനകത്തും അല്ല, അത് റിട്ടേൺ അടച്ചപ്പോഴത്തേന് ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതൊരു പകരം അടയ്ക്കുന്നതൊക്കെയുള്ള ഒരു ഫീലാണ്. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, മാരുതി വെഞ്ചർ അല്ല, ഉള്ള കാര്യം ഉള്ളതൊക്കെ തന്നെ പറയാല്ലോ. മാരുതി ആയിട്ട് ടൈപ്പ് ചെയ്തതിനാണോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് തോന്നുന്നു ഇതിനൊക്കെ ഇത്രയും ക്വാളിറ്റി കുറഞ്ഞതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇവര് ഒറിജിനൽ ടൊയോട്ട ആയിട്ടുള്ള വണ്ടികളൊന്നും ഇറക്കുന്നുമില്ലല്ലോ. ഇല്ല, ഞാൻ ഇത് പേഴ്സണലി എന്റെ അഭിപ്രായം മാത്രമല്ല കേട്ടോ, ഇത് ഉപയോഗിച്ചവരും അല്ലാതുള്ളവരും എല്ലാം കുറെ നമ്മുടെ വണ്ടി ഭ്രാന്തന്മാര് കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെല്ലാരും പറയുന്ന ഒരേ അഭിപ്രായം തന്നെയാണ് ഇത്. ഇങ്ങനെ കൊളാബ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തുള്ള കുറെ ക്വാളിറ്റിയിൽ കുറെ കോംപ്രമൈസീവ് ആയിട്ട് അപ്പൊ നമുക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഈ ഗ്ലാസിന്റെ ഒറ്റ പോർഷനകത്ത് പോലും ടൊയോട്ടയുടെ ബാഡ്ജിങ് ഇല്ല. മുമ്പ് നമ്മൾ ടൊയോട്ട ഏത് വെഹിക്കിൾ കണ്ടാലും നമുക്ക് അതിനകത്ത് ടൊയോട്ട വണ്ടിക്കകത്ത് പിന്നെ തീർച്ചയായിട്ടും അത് കാണുമല്ലോ. ഇതിനകത്ത് പക്ഷെ അതില്ല. അപ്പൊ അതുവരെ അവര് പിന്നെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്സ് നമ്മളൊന്ന് ഇളക്കി ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പലയിടത്തും ബേസ് കോട്ടും ഇല്ല, പ്രൈമർ മാത്രമേ കാണത്തുള്ളൂ. കാരണം അവിടെ പോലും പെയിന്റ് പോലും ഒന്ന് പറപ്പിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അതുപോലും അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇത്ര യൂണിറ്റ് ഇറങ്ങുമ്പോൾ അവർക്ക് അതിൽ നിന്ന് തന്നെ ലാഭം കണ്ടെത്താനുള്ള ഒരു ഇതാണ്. അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ തീർച്ചയായിട്ടും ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് വന്നപ്പോഴത്തേന് പുള്ളി വളരെ നല്ല മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളി വീട്ടിൽ 2 പ്രാവശ്യം വന്നായിരുന്നു. ഹൈബ്രിഡും കൊണ്ടുവന്നായിരുന്നു, പെട്രോളും കൊണ്ടുവന്നായിരുന്നു. ഇതെല്ലാം ഞാൻ കുറെ കാര്യങ്ങൾ ഈ
എന്റെ അടുത്ത് അഭി പറഞ്ഞ കണക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനും പുള്ളിയുടെ അടുത്ത് സംശയമായിട്ടും കംപ്ലൈന്റ് ആയിട്ടും പരിഭവമായിട്ടും എല്ലാം ഞാൻ അറിയിച്ചായിരുന്നു. പുള്ളി ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളി ഏറ്റവും പറയുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, ടൊയോട്ട.